ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പവർ സപ്ലൈസിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഈ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റോബോട്ടിക്സ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പവർ സപ്ലൈസ് വളരെയധികം ആവശ്യമായിട്ട് വരും. ചില സമയത്ത് നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു വോൾട്ടേജ്, അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൺട്രോളറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5 വോൾട്ട് സപ്ലൈ അതിന് വേണ്ടി വരും. ചില കേസസിൽ നമ്മൾ കുറച്ചുകൂടെ ഹയർ വോൾട്ടേജുള്ള ഇലക്ട്രോണിക് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 9 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് സപ്ലൈ ഒക്കെ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻപുട്ട് സൈഡിൽ വേരിയേഷൻ വന്നാലും വോൾട്ടേജസ് വേരിയേഷൻ വന്നാലും നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ എന്ത് തന്നെ കിട്ടും? ഒരു ഫിക്സഡ് വോൾട്ടേജ് തന്നെ കിട്ടും. ഇപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് 7805, 7806 ആ ലെവൽ കാറ്റഗറിയിൽ വരുന്ന IC-കളൊക്കെ അവൈലബിൾ ആണ്. അതിൽ ഒരു പെർട്ടിക്കുലർ 5 വോൾട്ട്, 6 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രോജക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുക വേണ്ടിയിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ പ്രോജക്റ്റുകളൊക്കെ ബിൽഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണ്ടി വരും? പല സമയത്തും പല സപ്ലൈസ് പല വോൾട്ടേജ് ലെവൽസിൽ ആവശ്യമായിട്ട് വരും. ചില സമയത്ത് നിങ്ങൾക്ക് കുറഞ്ഞ വോൾട്ടേജ് ഒക്കെ വേണ്ടി വരും. ഒരു 1.5 2 വോൾട്ടൊക്കെ മതി എന്നൊരു സമയമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത്തരം ഫിക്സഡ് റെഗുലേറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് പിന്നെ വീണ്ടും വീണ്ടും വേറെ റെഗുലേറ്റേഴ്സ് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു വേരിയബിൾ പവർ സപ്ലൈ, നമുക്കൊരു റേഞ്ചിനകത്ത് കിട്ടുന്ന ഒരു വേരിയബിൾ പവർ സപ്ലൈ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പവർ സപ്ലൈ മൊഡ്യൂൾ മതി നമുക്ക് ഒരുപാട് പ്രോജക്ട്സുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ബക്ക് കൺവേർട്ടറാണ്. ഒരു ബക്ക് കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കാണുക കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകളിൽ കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് ഏറ്റവും സിമ്പിളായ മെത്തേഡിൽ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന രീതിക്കുള്ള മോഡ്യൂൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാർക്കറ്റിൽ വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു DC to DC ബക്ക് കൺവേർട്ടറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു DC to DC ബക്ക് കൺവേർട്ടറാണ്. ഇതിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ കാണാം LM2596. LM2596 DC to DC ബക്ക് കൺവേർട്ടർ. ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജിനെ കുറയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബക്ക് കൺവേർട്ടർ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട്സ് ഔട്ടിനേക്കാളും, ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും കുറവായിരിക്കണം ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇപ്പോൾ എനിക്കൊരു 5 വോൾട്ട് ഈ ഔട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു എബോവ് 6.57 വോൾട്ട് എങ്കിലും ഇൻപുട്ട് സൈഡിലേക്ക് കൊടുത്താൽ മാത്രമേ 5 കിട്ടുള്ളൂ. ഇനി 7 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? അല്ല, നമുക്ക് 12 വോൾട്ടോ 25 30 30 വോൾട്ട് വരെ എന്ത് ചെയ്യാം? ഇവിടെ കൊടുത്ത് വയ്ക്കാം. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? 30 വോൾട്ട് വരെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയ വോൾട്ടേജ് മുതൽ, അതായത് 1 വോൾട്ട് മുതലൊക്കെ മുകളിലോട്ട് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. നമുക്ക് എത്ര വോൾട്ട് വരെ കിട്ടും? നമുക്ക് അറൗണ്ട് 25 26 വോൾട്ട് വരെയൊക്കെ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഔട്ടിലേക്ക് കിട്ടും. അതും റെഗുലേറ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈനെ കിട്ടുക. ഫിക്സഡ് ആയിട്ട് ചേഞ്ച് ആവാണ്ട് നിൽക്കുന്ന പവർ സപ്ലൈ നമുക്ക് ഈ ഔട്ടിൽ നിന്നും കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ നോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ചെറിയ പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ടാക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ടാക്കുകയാണ്. നമ്മൾ മേടിക്കുന്ന സമയത്ത് ഈ കാണുന്ന പിന്നൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ്ലി അസംബിൾ സോൾഡർ ചെയ്തതാണ്. പർപ്പസ് വേറെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഞാനതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇത് മൊഡ്യൂളായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ വേറെ സർക്യൂട്ടൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇതിനെ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് വയർ സോൾഡർ ചെയ്തെടുത്ത് നിങ്ങൾക്ക് സിമ്പിൾ മൊഡ്യൂളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടെ മുകളിലേക്ക് പോയിട്ട് വോൾട്ട് മീറ്റർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട്, കാരണം ഇതിൽ അപ്പോഴപ്പോഴും നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഇൻബിൽഡ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ടറൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സിമ്പിൾ, ഒരു ചെറിയ കോമൺ ജനറൽ പർപ്പസ് ബോർഡിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു യൂണിറ്റ് പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന LM2596 എന്ന് പറയുന്ന ബക്ക് കൺവേർട്ടർ എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഇതുപോലൊരു മൾട്ടിപർപ്പസ് ജനറൽ പർപ്പസ് PCB, അല്ലേ, കോമൺ PCB എടുക്കുകയാണ്. ഇതിൻ്റെ ഹോൾസ് മാത്രം വരുന്ന 2 കണക്ടർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. സ്ക്രൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും വേണ്ടിയിട്ട് 2 കണക്ടേഴ്സ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് വോൾട്ടേജ് ലെവൽസ് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു വോൾട്ട് മീറ്ററും കൂടെ ഉപയോഗിക്കുന്നു. ഇതുപോലൊരു 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ വരുന്ന വോൾട്ട് മീറ്റർ. ഇത് നമുക്ക് ഏകദേശം 0 to 100 വോൾട്ട് വരെ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വോൾട്ട് മീറ്റർ. നമുക്ക് ശരിക്കും ഇവിടെ ഒരു 30 വരെ മതി. ഒരു 3 വയർ ഔട്ട് വരുന്ന വോൾട്ട് മീറ്ററിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ
ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇതുപോലൊരു പവർ സപ്ലൈ യൂണിറ്റ്, നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്ന മീറ്റർ വച്ചിട്ടില്ല കേട്ടോ, കറണ്ട് തൽക്കാലം ഞാനത് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വോൾട്ടേജ് മാത്രമാണ്, നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു പവർ സപ്ലൈ യൂണിറ്റ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കറണ്ടിൻ്റെ ഉൾപ്പെടുത്താത്തത്. ശരി, നമുക്കിത് മതി, ഈ മോഡ്യൂൾ മാത്രം മതി വർക്ക് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഇൻഡിക്കേഷനൊക്കെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോൾട്ട് മീറ്ററും കൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ PCBക്കകത്ത് സിമ്പിളായിട്ട് ഇതിനെ ഒന്ന് അസംബിൾ ചെയ്യാണ്. ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണക്ടർ തന്നെ വേണമെന്നില്ല കേട്ടോ, ഇത് ഞാൻ വേറെയും പർപ്പസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പിന്ന് ഹെഡർ വെച്ചിട്ട് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെ താഴേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന് ഹോൾസിനകത്ത് വെച്ചിട്ട് സോൾഡർ ചെയ്ത് വെക്കാം, ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു രീതി ആയതുകൊണ്ട്, പ്രത്യേക രീതിക്ക് ചെയ്യുന്നതുകൊണ്ടും, എനിക്കിത് പിന്നെ ഇളക്കിയെടുക്കണം എന്നൊരു പർപ്പസ് ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ രീതിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയും ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ പെർമനൻ്റ്ലി ഫിക്സ് ആക്കുന്ന രീതിക്കും ഫോളോ ചെയ്യാം. അപ്പം നമുക്കിതിൻ്റെ അസംബ്ലിങ് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഇതിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് സോൾഡർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വേറെ വിഷയമൊന്നുമില്ല. ഇപ്പോൾ സോൾഡർ ചെയ്ത് ഞാൻ വയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ചെറിയ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ, ഈ മോഡ്യൂള് ഞാൻ ഈ PCBയിലായിട്ട് ഫിക്സ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഡയറക്റ്റ് താഴെ PCBയിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ്, ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. അടുത്ത നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിനെ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇവിടെ മെയിൽ ഹെഡർ ആയതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഫീമെയിൽ ജമ്പർ ഉപയോഗിച്ചിട്ട് വയറിനെ ഇങ്ങനെ കണക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു സപ്ലൈ പോകുന്നതിന് പകരം ഡയറക്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് സൈഡിൽ കണക്ട് ചെയ്യാൻ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു കണക്ഷൻ കിട്ടും. അതുപോലെ പോസിറ്റീവ് ഇപ്പോഴത്തെ സൈഡിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടും എടുക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് വേണമെങ്കിൽ ഈ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഈ വയർ ഇളക്കിയിട്ട് ഈ എല്ലാം പിന്നെ റിമൂവ് ചെയ്തിട്ട് അടുത്ത എല്ലാം വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ. അങ്ങനെ ഒരു പർപ്പസിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് വയ്ക്കാനാണ് താല്പര്യമെങ്കിൽ ഫിക്സഡ് ആയിട്ടും വയ്ക്കാം. അപ്പം നമുക്കതിൻ്റെ സോൾഡറിങ് ഒന്ന് ചെയ്യാം. നമ്മളൊന്ന് സോൾഡർ ചെയ്യണേ. സോൾഡർ അതുപോലെ ഇപ്പുറത്തുനിന്ന് ഞാനൊരു വയർ എടുത്ത് സോൾഡർ ചെയ്യും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, ഇത് ഇൻപുട്ട് സൈഡാണ്, നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന സൈഡ്. ഇത് ഔട്ട്പുട്ട് സൈഡ്. ഔട്ട്പുട്ട് സൈഡിലും ഇതുപോലെ ഈ കണക്ടറിലേക്ക് ഞാൻ വയർ എടുത്ത് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഞാനങ്ങ് പെട്ടെന്ന് ചെയ്യാണ്. ഇപ്പം ഞാൻ കണക്ഷൻസ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ കണക്ടർ കണക്ട് ചെയ്തു. എന്തൊക്കെയാണ്, ഇതാണ് ഇൻപുട്ട് സൈഡ്. IN + IN- എന്ന് എഴുതിയിട്ടുണ്ട് എല്ലാമിൻ്റെ. അപ്പോൾ ഇവിടെയാണ് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഇൻപുട്ട് പവർ സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ ആ സപ്ലൈ കൊടുക്കേണ്ട 2 ലൈനിൽ നമ്മൾ ഇതെനിക്ക് ഇളക്കാൻ വേണ്ടിയിട്ടാണ്, വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ സോൾഡർ ചെയ്ത് വെച്ചിട്ട് അടിയിൽ നിന്ന് കണക്ഷൻ എടുക്കാം. എൻ്റെ ഒരു സൗകര്യത്തിന് ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇങ്ങനെയും ചെയ്യാം. ശരി, നമ്മൾ കണക്ഷനായി. ഇനി വേണമെങ്കിൽ ഇങ്ങനെ എനിക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് ഇവിടുന്ന് കണക്ഷൻ എടുത്തിട്ട് എനിക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. പക്ഷെ എന്ത് വേണം, ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കൊരു വോൾട്ട്മീറ്റർ വേണ്ടി വരും.
അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതാ, ഇതുപോലൊരു ചെറിയ വോൾട്ട് മീറ്റർ ഇതെടുക്കാൻ കാരണം ഇത് വിലക്കുറവാണ് കേട്ടോ, നല്ല 100 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ, ചെറിയ വിലക്കുറവ്. ഇതിനും വലിയ വിലയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു സിമ്പിൾ കുറച്ച് പൈസയ്ക്ക് തന്നെ ഈ ഒരു മോഡ്യൂൾ അസംബിൾ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അസംബിൾ ചെയ്തു എന്നൊരു ആത്മവിശ്വാസമൊക്കെ കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഒരെണ്ണം കയ്യിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 വയർ വോൾട്ട് മീറ്റർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വയറിൻ്റെ കളർ നോക്കാം. നമുക്കൊരു റെഡ് കാണും, ഒരു ബ്ലാക്ക് കാണും, പിന്നെ ഒരു യെല്ലോ അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് സപ്ലൈയും ബ്ലാക്ക് ഗ്രൗണ്ടും റെഡ് എന്താണ് പോസിറ്റീവുമാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് എന്ത് ചെയ്യാം, നേരെ ഗ്രൗണ്ട് കോമൺ ആണ്. ഇതിൽ ഇന്നായാലും ഔട്ടായാലും ഗ്രൗണ്ട് കോമൺ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലേക്ക് ഈ ബ്ലാക്ക് അങ്ങ് കണക്ട് ചെയ്യാം. ഈ പോസിറ്റീവ് ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. ഇതൊരു ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ആണ്. അപ്പോൾ അതിനൊരു ചെറിയ പവർ സപ്ലൈ വേണം. അപ്പോൾ അതിൻ്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ പോസിറ്റീവ് ലൈൻ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഇൻപുട്ട് സൈഡിലാണ്. ഇൻപുട്ട് സൈഡിലെ പോസിറ്റീവ് സൈഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. എന്തിനാ അങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. വോൾട്ട് മീറ്ററിൻ്റെ VCC നമ്മൾ ഈ LMൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക, പോസിറ്റീവ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പം എന്താണ്, 3 വോൾട്ടിന് താഴെ പോയി കഴിഞ്ഞാൽ ഇത് ഓഫായി പോകും, നമുക്ക് റീഡിങ് കിട്ടൂല. അപ്പം 3 വോൾട്ടിന് താഴെ വരുന്ന റീഡിങ് നമുക്ക് ഇതിൽ കിട്ടൂല. അതേസമയത്ത് ഇത് പോസിറ്റീവ്, കാരണം ഇതും ഈ വോൾട്ട് മീറ്ററും 0 to 30 വോൾട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് സപ്ലൈ കൊടുക്കാം. അപ്പോൾ രണ്ടും സെയിം ആയത് കാരണം നമുക്ക് ഇത് ഫ്രണ്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള പവർ സപ്ലൈ ഇത് ഫ്രണ്ടിൽ നിന്ന് തന്നെ, അതായത് പവർ സപ്ലൈ യൂണിറ്റിൽ നിന്ന് തന്നെ എടുത്തോളും. ഔട്ടിലേക്ക് എന്ത് മാത്രം കൊടുത്താൽ മതി, റീഡിംഗ് പിൻ, ഇതാണ് റീഡിംഗ് പിൻ, മഞ്ഞയാണ് റീഡിംഗ് പിൻ. റീഡിംഗ് പിന്ന് മാത്രം നമ്മൾ കണക്ട് ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടിൽ നിന്നുള്ള റീഡിംഗ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം നമുക്ക് 0 മുതൽ 30 വോൾട്ട് വരെയും കിട്ടും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാനൊരു ചെറിയ ഡ്രോയിങ് വരച്ചിട്ടുണ്ട്, ഇതുപോലെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡിൽ നിന്ന് റെഡ് വയർ എന്ത് ചെയ്യണം, ഇൻപുട്ടിൻ്റെ പ്ലസ്സിൽ നിന്നാണ് റെഡ് വയർ കൊടുക്കേണ്ടത്. ബ്ലാക്ക് നമുക്ക് ഏത് ഗ്രൗണ്ടിലും കണക്ട് ചെയ്യാം, ഇൻപുട്ടിലെ ഗ്രൗണ്ടിലും ഔട്ട്പുട്ടിലെ ഗ്രൗണ്ടിലും കണക്ട് ചെയ്യാം, കോമൺ ഗ്രൗണ്ടാണ് ബ്ലാക്ക്. യെല്ലോ ഔട്ട്പുട്ടിൽ പ്ലസ്സിലാണ് യെല്ലോ കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ വോൾട്ട് മീറ്റർ ഒന്ന് കണക്ട് ചെയ്യാണ്. വോൾട്ട് മീറ്ററും തൽക്കാലം എനിക്ക് വേണമെങ്കിൽ സ്ക്രൂ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സ്ക്രൂ ഒന്നും വയ്ക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ടേപ്പ് ഒട്ടിച്ച് വെക്കുകയാണ്. ഞാൻ എന്തിനാണ് എല്ലാം ടേപ്പ് ഒട്ടിച്ച് വെക്കുന്നത് എന്നുള്ളത് പലർക്കും തോന്നും. ഇത് പെട്ടെന്ന് ഇളക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങളുടെ ഐഡിയ പ്രകാരം നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ടേപ്പ് ഒട്ടിച്ച് വെച്ചാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് തൽക്കാലം ടേപ്പ് ഇട്ടാണ് ഞാനിത് ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ ഫിക്സ് ചെയ്തേ. ഇനി ഈ വയറിങ്സ് നമ്മൾ കണക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ അടുത്ത് ഇതിൻ്റെ വയറിങ് കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. പോസിറ്റീവ് ഇന്നിൽ, ഇതാണ് ഇന്നിലായിരിക്കും ഞാൻ പോസിറ്റീവ് കണക്ട് ചെയ്യാം. ഓക്കെ, റെഡ് പോസിറ്റീവ് കണക്ട് ചെയ്തു. ബ്ലാക്ക് എവിടെ കണക്ട് ചെയ്യണം, നെഗറ്റീവ്. ഗ്രൗണ്ട് സെയിം ആണല്ലേ, എനിക്ക് ഏത് ഗ്രൗണ്ടിൽ വേണം കണക്ട് ചെയ്യാം, അത് വിഷയമല്ല. ഓക്കെ, അപ്പം ഞാൻ എന്താ ഇവിടുത്തെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തേ. അതായത് ഇതിലേക്കുള്ള പവർ സപ്ലൈ രണ്ടും കണക്ട് ചെയ്തു. പവർ സപ്ലൈസ് കണക്ട് ചെയ്തു. ഇനിയുള്ള എന്താണ്, റീഡിംഗ് പിൻ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഔട്ടിലാണ് കേട്ടോ. ഔട്ടിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തില്ലേ, ആ സെയിം ലൈനിലാണ് നമ്മൾ റീഡിംഗ് പിന്ന് കണക്ട് ചെയ്യാം.
അതും കണക്ട് ചെയ്തു. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. യെല്ലോ ഏതാണ്? റീഡിങ് പിന്നാണ്. അപ്പം വോൾട്ട് മീറ്ററിലേക്കുള്ള റീഡിങ് പിന്നാണ് യെല്ലോ. അതും നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ കഴിഞ്ഞു, എല്ലാ കണക്ഷനും കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വർക്കിംഗ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് ബാറ്ററി എടുക്കുകയാണ്. 3.4ൻ്റെ രണ്ട് ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 7.4 വോൾട്ട് ഇൻപുട്ടിൽ കിട്ടും അല്ലേ. ഈ ഒരു ബാറ്ററി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാണ്. പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ ബ്ലാക്ക് വെച്ചതാണ് നെഗറ്റീവ് അല്ലേ. ആണല്ലോ. ഓക്കെ, ഞാൻ കണക്ട് ചെയ്തു. നിങ്ങൾക്ക് റീഡിങ് കാണാം അല്ലേ. ഇപ്പം 5.2 വോൾട്ട് എന്നുള്ള റീഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്കിത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, ഈ കാണുന്ന മീറ്റർ കണ്ടോ, ഇവിടെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നിങ്ങൾ പയ്യെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾട്ടേജിന് ചേഞ്ച് വരും. കണ്ടോ, 4.9, 4.8, 4.4. നമുക്ക് എത്ര വരെ പോകുമെന്ന് നോക്കാം. 3.6, 3.3, 3.1, 2.8, 2.7, 2.4, 2.2, 1.9, 1.7, 1.6. ഇതൊക്കെ ഔട്ടാണ് കേട്ടോ. ഔട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് ചേഞ്ച് ആണ് ഈ കാണുന്നത്. 1.1 കേട്ടോ. 1 വോൾട്ടേജ് വരെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോകും. ഇനിയും താഴോട്ട് പോകും, ഒരുപാട് താഴെ പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യരുതേ. നമുക്ക് 1.1, ഓക്കെ, 1.1 ആണ് ഇതിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ മാക്സിമം മുന്നോട്ട് നമുക്ക് എത്ര പോകുമെന്ന് നോക്കാം. ആ 3, 4, 7, 8, 2.3, 2.4, 2.6, 3.2, 3.4. ഇൻപുട്ട് എത്ര? ഏകദേശം 7.4 ഉണ്ട്. അപ്പോൾ എത്ര വരെ പോകുമെന്ന് നോക്കട്ടെ. 5.6, 5.9, 6.3, 6.4, 6.6, 6.8, 6.8 കണ്ടോ. 6.8 ആണ് എനിക്ക് മാക്സിമം. 7, ഓക്കെ, വെരി ഗുഡ്. 7 വരെ കിട്ടി. 7.4 വോൾട്ട് ഞാൻ ഓക്കെ, അതിൽ കൂടുതലുണ്ട്. 7.2 വരെ ഉണ്ട്. അപ്പോൾ റീഡിങ് എടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ ഒരു ചെറിയ ലാഗ് കാണും. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഔട്ട് കിട്ടും. 7.2 വരെ പോയി, വളരെ നല്ല കാര്യം. കാരണം ഇത് 7.4 ഔട്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് 7.2 വരെ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഈ പിന്നിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് കണക്ഷൻ എടുത്തിട്ട് ഔട്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയല്ലേ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോജക്റ്റാണ്. ഇത്തരം പ്രോജക്റ്റുകൾ കൂടുതലായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇത് വാങ്ങാം. കടയിൽ പോയിട്ട് നമുക്കിതുപോലെ വോൾട്ട് മീറ്റർ ഇൻബിൽഡ് ആയിട്ടുള്ള എല്ലാം ബോർഡ് ഇതുപോലെ ബക്ക് കൺവേർട്ടർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ ഇതെല്ലാം കൂടെ വാങ്ങിച്ച് അസംബിൾ ചെയ്യുന്ന പൈസ ചിലപ്പോൾ ആകില്ല കേട്ടോ. ചിലപ്പോൾ അതിലും കുറച്ച് പൈസയ്ക്ക് കിട്ടിയെന്ന് വരും. പക്ഷെ അത് വാങ്ങുന്നതിലല്ല. ഇതുപോലൊരു സാധനം നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. വോൾട്ട് മീറ്ററിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ്, ഇന്നെങ്ങനെ ഔട്ട് എങ്ങനെ, കുറച്ച് സോൾഡറിങ് കാര്യങ്ങൾ PCBയിൽ ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഒരു സർക്യൂട്ട് ഉണ്ടാക്കി എന്നൊരു അതാണ് നമുക്ക് ആവശ്യം. ആ ഒരു ഫീലിങ്ങും ആ ഒരു നോളജുമാണ് നമുക്ക് ആവശ്യം. വളരെ ബേസ് ലെവലിൽ നിന്ന് നമുക്ക് പഠിച്ചു വരാനായിട്ട് ഇത്തരം കാര്യങ്ങൾ. മോഡ്യൂൾസ് യൂസ് ചെയ്യുന്നത് തെറ്റല്ല, ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളും കൂടെ സ്വന്തമായിട്ട് നിങ്ങളൊരു വലിയ സംഭവം ഇല്ല എന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പഠിച്ച് തുടങ്ങാൻ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി അത്യാവശ്യം പ്രോജക്റ്റൊക്കെ ചെയ്യുന്നവർക്കും, ചില ഇലക്ട്രോണിക്സ് വലിയ പിടിയില്ല എന്നാൽ റോബോട്ടിക്സ് ഒക്കെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഇതുപോലുള്ള പവർ സപ്ലൈ ഒക്കെ ഒരുപാട് ഉപകാരം ചെയ്യും. നിങ്ങൾ ഇതുപോലുള്ളൊരു പവർ സപ്ലൈ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ സബ്ജക്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട്
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, എന്നാൽ താങ്ക് യു.